അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ കുട്ടികളെ, നമുക്ക് അവസാനത്തെ പരീക്ഷ തജ്വീദാണ്. 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. 4 പാഠവും ഒന്നിച്ച് റിവിഷൻ ചെയ്ത് വളരെ വൃത്തിക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരത് പോയി കാണണം. അതിനുശേഷമാണ് ഈ മോഡൽ ചോദ്യപേപ്പറിൻ്റെ വീഡിയോ നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഇത് തജ്വീദിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ. ഒന്നാമത്തെ ചോദ്യം, ഖുർആനിൽ ഒരക്ഷരം പാരായണം ചെയ്താൽ 10 നന്മ. രണ്ടാമത്തെ ചോദ്യം, നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ ഓതൽ ഖുർആനിൻ്റെ ശാപത്തിന് കാരണമാകും. 3, ഹിജറക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടത്, അതിനെന്താ പറയാ, മക്കിയ. അടുത്ത പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കണം. അടുത്തത്, നിയമം പാലിച്ചു ഓതൽ മഹത്തായ ഇബാദത്താണ്. അടുത്തത്, ഹിജറക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ടത് മദനിയ. അടുത്ത ചോദ്യോത്തരം ഇതാണ്. ശ്രേഷ്ഠമായ ഇബാദത്താണ് എന്ത്? ഏതാണ് ശ്രേഷ്ഠമായ ഇബാദത്ത്? വളരെ സിമ്പിളാണ്, ഖുർആൻ പാരായണം. അടുത്ത ചോദ്യം, തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ അവിടെ ഒരു ദിക്ർ ചെല്ലാനുണ്ട്. എന്താണ് ആ ദിക്ർ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 4 തവണ ചൊല്ലുക. അതാണ് ആ ദിക്ർ. അടുത്തത്, തജ്വീദ് എന്ന് പറയുന്നു എന്തിന്? അപ്പോൾ തജ്വീദ് വേറെ, ഇൽമു തജ്വീദ് വേറെ. അത് നമ്മൾ പ്രത്യേകം പഠിച്ചു വെക്കണം. തജ്വീദ് എന്താണ് എന്ന് അവിടെ ചോദിച്ചത്. ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ്. ഇതല്ല അതിൻ്റെ ഉത്തരം. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇൽമു തജ്വീദ് അല്ല ഇതുണ്ട്. പിന്നെ തജ്വീദ് എന്താണ്? അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായി ഖുർആൻ ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. അതാണ് അവിടെ ഇതുണ്ടത്. അടുത്ത ചോദ്യം, ഇൽമു തജ്വീദ് എന്താ? ശബ്ദമൊക്കെ പോയി. ഇൽമു തജ്വീദ് എന്ന് പറയുന്നു എന്തിന്? അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ എന്തിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക? എന്താണ്? ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖ, അതാണ് ഇൽമു തജ്വീദ്. ഓക്കെ. അടുത്ത ചോദ്യം, എണ്ണം എഴുതി കള്ളികൾ പൂർത്തിയാക്കാനാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മളെ പുസ്തകത്തിൽ കള്ളികളുണ്ട് അല്ലേ? ഈ റൗണ്ട് ഉണ്ട്. ഇവിടെ നിന്നാണ് ഈ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, ഖുർആനിൽ ആകെ സൂറത്തുകൾ എത്രയാണ്? 114, 114. ഓർമ്മ ഉണ്ടാവില്ലേ? 114 സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. ഇനി അതിൽ ഹിജറക്ക് ശേഷം ഇറങ്ങിയത്, അതാണ് മദനിയ. മദനിയ എത്രയാണ്? 28, 28ആണ് പിന്നെ മദനിയ. ഖുർആൻ്റെ ജുസ് എത്ര ജുസാ ഖുർആൻ ഉണ്ടാവുക? 30 ജുസ്. അപ്പോൾ 30ന്ന് 2 കുറച്ചാൽ എന്താണ്? മദനിയാണ്. അത് ഓർത്ത് വെച്ചാൽ മതി. ഖുർആൻ എത്ര ജുസാണ്? 30. അതിൽ എത്രയാണ് മദനിയ? 28. 30ന്ന് 2 കുറക്കുക. പഠിച്ചില്ലേ? അപ്പം മദനിയ എത്രയാണ്? 28. അപ്പോൾ മക്കിയ ബാക്കിയുള്ളതായിരിക്കും. 114ന്ന് 28 കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടാവുക? 86. 86ആണ് എന്ത്? മക്കിയ. പഠിച്ചില്ലേ? 86. അടുത്തത്, ഖുർആൻ അവതരണം പൂർത്തിയായ വർഷം എത്രയാണ്? 23. ഖുർആൻ ജുസുകൾ എത്രയാണ്? 30. അടുത്ത ചോദ്യം, സജദയുടെ ആയത്തുകൾ ഓതിയാൽ എന്താ ഉത്തരം? തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യണം. അവിടെ നമ്മൾ സുജൂദ് ചെയ്യണേന് എന്താ പറയാ? തിലാവത്തിൻ്റെ സുജൂദ് എന്ന് പറയാം. കണ്ടോ? തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യണം. അടുത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? വിശുദ്ധ ഖുർആൻ. വളരെ സിമ്പിൾ ചോദ്യം. അർത്ഥം എഴുതുക. അടുത്ത അർത്ഥം എഴുതാൻ, ഖിറാഅത്തുൽ ഖുർആനി സുന്നത്തുൻ മുത്തബഅത്തുൻ യൗഖുദുഹൽ ആഖറു അനിൽ അവ്വലി. ഇത് എന്താണ്? പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ അതില്ലേ? അതാണ് അവിടെ ചോദിക്കുന്നത്. അതാ, പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതും അനുകരിക്കേണ്ടതുമായ ഒന്നാണ് ഖുർആൻ. ഇതാണ് അവിടെ അർത്ഥം എഴുതേണ്ടത്. അടുത്ത്,
വ്യക്തമാക്കാം. തെർത്തീല്, ഹദർ, തദ്വീർ അല്ലേ? ഈ 3 ഖുർആൻ പാരായണ രീതികൾ എഴുതാനാണ്. എന്താ തെർത്തീൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യുക. ഹദർ പറഞ്ഞാലോ അക്ഷരങ്ങളും ഹർക്കത്തുകളും മാറിപ്പോവാതെ രീതിയിൽ വേഗത്തിൽ പാരായണം ചെയ്യുക. തദ്വീർ പറഞ്ഞാൽ മിതമായ വേഗത്തിൽ പാരായണം ചെയ്യുക. അപ്പം അതങ്ങനെ തന്നെ കാണാതെ പഠിക്കുക. അടുത്തത് ഖുർആൻ ഓതുന്നവൻ്റെ മര്യാദകളും, രണ്ടാമത്തെ ഖുർആൻ കേൾക്കുന്നവൻ്റെ മര്യാദകളും. അപ്പോൾ ഖുർആൻ ഓതുന്നതിൻ്റെ മര്യാദകൾ എല്ലാവർക്കും അറിയാം. എന്തൊക്കെ? കിബിലക്ക് മുന്നിടുക, തല മറക്കുക, സുഗന്ധം ഉപയോഗിക്കുക, പല്ല് തേക്കുക, ഔദും ബിസ്മിയും കൊണ്ട് തുടങ്ങുക, തൗബ സൂറത്തിൽ ബിസ്മി ഓതാതിരിക്കുക. അതൊക്കെ നമ്മൾ ആലോചിച്ച് നമുക്ക് കിട്ടും അല്ലേ? നമ്മൾ സാധാരണ ഖുർആൻ ഓതുമ്പോൾ ഔദും ബിസ്മി ഓതില്ല. അപ്പോൾ അതേ ഇതങ്ങൾക്ക് ഔദും ബിസ്മി ഓതുക, പിന്നെ വുളുവോട് കൂടി ഓതുക, അത് സുന്നത്താണ്. തല മറക്കുക, കിബിലക്ക് തിരിഞ്ഞിരിക്കുക, പല്ല് തേക്കുക, അത്തറൊക്കെ പൂശിയിട്ട് ഓതുക. ഇതൊക്കെ എന്താണ്? ഖുർആൻ ഓതുന്നവൻ്റെ. ഇനി കേൾക്കുന്നവൻ്റെ മര്യാദകൾ എന്തൊക്കെ? അർത്ഥം ചിന്തിച്ചു അതിലുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുക. പിന്നെ സജദയുടെ ആയത്തുകൾ കേട്ടാൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുക. ഓതുന്നവന്റെ സാന്നിധ്യത്തിൽ വെച്ച് തമാശ, ചിരി, അന്യ സംസാരം പോലെയുള്ളവ ഒഴിവാക്കുക. അതിന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് തജ്വീദിന്റെ മോഡൽ ചോദ്യപേപ്പർ. എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു